എന്നെ പരിചയമുള്ളവരുണ്ട്, പരിചയമില്ലാത്തവരുണ്ട്. ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിയത് ഉഷാ മേഡത്തിൻ്റെ കയ്യിലാണ്. ആളിവിടെ ഉണ്ടോയെന്ന് അറിയില്ല, ഉണ്ടായോ? ഓക്കെ. ആ സമയം എൻ്റെ മോന് തീരെ സുഖമില്ലാത്തൊരു സമയത്താണ് ഈ പ്രൊഡക്റ്റുമായിട്ട് ഉഷാ മേഡം എന്നെ സന്ദർശിക്കാൻ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വേണ്ട, ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചു, മെഡിക്കൽ കോളേജിലാണ് എൻ്റെ മോനെ കാണിച്ചുകൊണ്ടിരുന്നത്. ചെമ്മാട് കാണിച്ചു. അവനക്ക് 2 കാലിലും നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. 17 വയസ്സുള്ള മോനാണ്. +2 പരീക്ഷ കഴിഞ്ഞ് 3 മാസം വെക്കേഷൻ ലീവിൽ ഇരിക്കുന്ന സമയത്താണ് അവർക്ക് കാലുവേദന വന്നത്. ഇപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ കൈ മലർത്തുകയാണ് ചെയ്തത്. 1.5 വർഷമാവാതെ നിങ്ങളെ മോനിക്ക് ഇതിൽ നിന്ന് മോചനം ഉണ്ടാവില്ല, നിങ്ങൾ അതുവരെ ഒന്ന് ക്ഷമിക്കുന്നു പറഞ്ഞു. പക്ഷെ ഈ 1.5 വർഷം കഴിയുമ്പോൾ എൻ്റെ മോൻ്റെ അവസ്ഥ എന്താവും എന്നുള്ളൊരു പേടി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം പണ്ടൊക്കെ കണ്ടിട്ടുണ്ട് കുറേ വയസ്സായ ആളുകൾക്ക് കാലിലെ എല്ലും തോലും ഇങ്ങനെ തൂങ്ങിയിട്ടുള്ളൊരവസ്ഥ. അതുപോലെ ആയിരുന്നു എൻ്റെ മോന്. രാത്രിയിൽ ഉറങ്ങാറില്ല. അവനക്ക് വേദന സഹിക്കാൻ കഴിയാതെ അവനെ ഞാൻ എന്നും രാത്രിയിൽ പഴയ ഒരു ചികിത്സ എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്തു കൊടുക്കും. അതായത് എല്ലാവർക്കും അറിയാമായിരിക്കും, ആവണക്കണ്ണൻ്റെ ഇലയുണ്ട്, അതെടുത്തിട്ട് ഉപ്പും 2ഉം കൂടി കീഴ് കെട്ടിയിട്ട് അവനക്ക് ഒത്തണം കൊടുത്തുകൊണ്ട് പോകും. ആ സമയത്താണ് ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ വന്ന് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിലാണ് മോനെ കാണിച്ചുകൊണ്ട് നിന്നത്. പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല. ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉഷാ മാഡത്തിനോട്, എൻ്റെ മകൻക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഈ സാധനം ഞാൻ തിരിച്ചു തരുന്നേ. പക്ഷെ 3 ദിവസം കൊണ്ട് ഈ തൂങ്ങിക്കിടന്ന കാല് എനിക്ക് പൂർണ്ണമായിട്ടും നല്ല ബലമുള്ളൊരു കാലാക്കാൻ മാറ്റി ഈ ഒരു പ്രൊഡക്റ്റാണ് സഹായിച്ചിട്ടുള്ളത്. പിന്നെ 7 ദിവസം കൊണ്ട് എൻ്റെ മോനെ നടക്കുകയും ചെയ്തു. പിന്നെ അവനെ നോക്കി സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഷുഗർ 400 ആയിരുന്നു. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് കണ്ണിന് കാഴ്ച കുറഞ്ഞു. അടുത്തൊക്കെ ഒരാൾ വന്നാൽ പോലും എൻ്റെ അടുത്ത് ചോദിക്കും, ഞാൻ എൻ്റെ അടുത്ത് എത്തിയില്ല, ഈ എന്താ മിണ്ടാതിരിക്കണെന്ന്. പക്ഷെ എനിക്ക് അറിയില്ല ആ ആളാരാന്ന് പോലും എനിക്ക് അറിയൂല. അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് മോനക്ക് കൊടുക്കുന്ന സമയത്ത് അവൻ്റെ വെള്ളവും കുടിക്കും. റെസ്റ്റ് ബാൻഡ് രാത്രിയിൽ അവനെ അയച്ചു വെക്കുമ്പോൾ ഞാനത് എടുത്ത് കെട്ടി കയ്യിൽ കെട്ടുകയും ചെയ്യും. ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എന്തായി, എൻ്റെ ഷുഗർ പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിഞ്ഞു. പിന്നെ അലർജി ഉണ്ടായിരുന്നു. ഞാനൊരു 2.5 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയാണ് അലർജിക്ക്. ഈ അലർജി, ഫുഡ് അലർജി, എനിക്ക് ഇപ്പം ഇന്ന് എല്ലാ ഫുഡും എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് എനിക്ക് കിട്ടിയൊരു അവസരം എന്ന് പറഞ്ഞാൽ, ഞാനിത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾക്ക്, ഞാനും എൻ്റെ കൂടെ ഒരു ഫാത്തിമ മാഡം ഉണ്ട്, അവരിവിടെ ഇതിൽ തന്നെ ഉണ്ട്, ഞങ്ങൾ 2 പേരും പോയി കൊടുത്തതായിരുന്നു. അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ താഴെ ചുണ്ട് ഇത്രയും താഴെ തൂങ്ങി കിടക്കുകയാണ്. അതിൽ നിറയെ പുഴുക്കൾ വന്നിട്ടുണ്ടായിരുന്നു. ഒന്നായിട്ട്. അപ്പോൾ ക്യാൻസറാണ്, വെട്ടിക്കളയാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ വയസ്സായ ഒരു ഉമ്മയാണ്, 78 വയസ്സ് 80 വയസ്സോളം ഉണ്ട്. ആ ഉമ്മാക്ക് അത് പേടിച്ചിട്ട് അവരത് ചെയ്യാതിരുന്നു. ആ സമയത്താണ് ഈ പ്രൊഡക്റ്റുമായി ഞങ്ങൾ ചെല്ലുന്നത്. 1 മാസം കൊണ്ട് പൂർണ്ണമായിട്ടും ആ ചുണ്ട് ഉണക്കി കളയാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഉമ്മാക്ക് തന്നെ ഞങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല, 38 വർഷമായിട്ട് അവര് മകളെ പ്രസവത്തില് എന്തോ ഗർഭപാത്രം പുറത്ത് ചാടിയതാണ്. പക്ഷെ അത് എടുത്തൊഴിവാക്കാൻ ഡോക്ടർ പറഞ്ഞ ശരീരത്തിൽ കത്തി വെക്കാനുള്ള ഒരു പേടി എല്ലാവർക്കും ഉണ്ടാവില്ല. വയസ്സായ ആളുകൾക്ക് അതൊരു പേടിയാണല്ലോ. അങ്ങനെ അവരത് തുണി വെച്ച് കെട്ടി അങ്ങനെ ജീവിതം അങ്ങനെ പോവാണ്. പക്ഷെ ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് കൊടുത്ത് ഇതേപോലെ 1 മാസം കഴിഞ്ഞപ്പോഴാണ് അവരെ മകൾ ഞങ്ങളടുത്ത് പറഞ്ഞത്, ഞങ്ങളെ ഉമ്മാന്റെ ഗർഭപാത്രം ഉള്ളിക്ക് പോയി എന്ന്. നമ്മൾക്ക് ഒരിക്കലും അത് വിശ്വാസമായില്ല. വിശ്വാസമാകാത്തത് കൊണ്ട് അയൽവാസികളോട് ചോദിച്ചു. അപ്പോൾ ഒരാൾ എന്താ പറഞ്ഞത്, തൊട്ടടുത്തുള്ള അയൽവാസി പറയാണ്, ഞാൻ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്ന കാലത്ത് കേട്ടതായിരുന്നു ഇത്. ഇത്രയും അത്ഭുതമുള്ള പ്രൊഡക്റ്റാണോ നിങ്ങളെ കയ്യിലുള്ളത് എന്നാണ് അവർ ചോദിച്ചത്.